നെഹ്സ് എന്ന വിഷയം ഒരു വലിയ ചർച്ച വിഷയമാണ്. നെഹ്സ് നോക്കലുണ്ട്. ഇത് എന്തല്ല നെഹ്സ് നോക്കലുണ്ട്. ഹൈന്ദവ മതത്തിലുള്ള പോലെ എന്തല്ല അത് രാശി നോക്കൽ അല്ല, രാഹുകാലം നോക്കൽ അതുമല്ല. നെഹ്സ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില ദിവസത്തിലേക്ക് ചില പ്രത്യേകത നൽകിയിട്ടുണ്ട്. നബി തങ്ങൾ തന്നെ പറഞ്ഞത് ഒടുവിലെ ബുധനൊക്കെ അതിന് സഅദ് നെഹ്സ് എന്നിങ്ങനെ 2 ദിവസമുണ്ട്. സഅദ് നെഹ്സ്. സഅദ് എന്ന് പറഞ്ഞാൽ ബർക്കത്തുള്ള ദിവസം, ഐശ്വര്യമുള്ള ദിവസം. നെഹ്സ് എന്ന് പറഞ്ഞാൽ ബർക്കത്തില്ലാത്ത ഐശ്വര്യമില്ലാത്ത ദിവസം. സമയത്തും ചില സമയങ്ങൾക്കും അങ്ങനെ ഉണ്ട്, ചില ദിവസങ്ങൾക്കും അങ്ങനെയുണ്ട്, മാസങ്ങൾക്കും ഉണ്ട്. മാസങ്ങൾക്ക് നമ്മൾ റമളാനിന് പ്രത്യേകം ബർക്കത്ത് കൊടുക്കും. മുഹൂർത്ത് നോക്കലുണ്ട്, അതുണ്ട്. അതായത് അത് വിശ്വനാഥന്റെ ഹദീസിൽ ഏത് വന്നിട്ടില്ലാമോ ഏറ്റവും ഇറക്കം നോക്കുന്നത് ആ ഒരു വിഷയം എന്തില്ല, ഹദീസിലോ ഖുറാനിലോ ആ ഒരു വിഷയം വന്നിട്ടില്ല. പിൽക്കാലത്തുള്ള ഈ വിഷയത്തിലുള്ള ചികിത്സാരികൾ എന്തായതായിരിക്കാം കൊണ്ടുവന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കന്നിമൂലയെ സംബന്ധിച്ച് പറഞ്ഞില്ല, അതൊരു വിഷയം തന്നെയാണ് ഇതിലും വരുന്നത്. ശറഇല്ലെന്തില്ല, അതിൽ വിധി ഇല്ല. ഒരാൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നോക്കാം, വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട. പക്ഷെ നബി തങ്ങൾ പറഞ്ഞ ദിവസവും സമയവും അതുണ്ടാവും, നമ്മൾ പരിഗണിക്കണം. അത് ഞാൻ ഒന്ന് ഓടിച്ചിട്ട് പറയാം. ഒന്ന്, സാദ് എന്നതിൻ്റെ നേരെ എതിർവശമാണ് നെഹ്സ്. സാദ് എന്ന് പറഞ്ഞാൽ നല്ല ഭാഗ്യം ഉള്ളത്, നെഹ്സ് എന്ന് പറഞ്ഞാൽ ഭാഗ്യക്കേട്. ചിലപ്പോൾ നമുക്ക് സംഭവിക്കാം, ചിലപ്പോൾ സംഭവിക്കണമെന്നില്ല, അങ്ങനെയും വരാം. സംഭവിച്ചിട്ടില്ല എന്നിട്ട് എന്ത് ചെയ്യാനും പാടില്ല, എതിർക്കാൻ പാടില്ല. സംഭവിച്ചില്ല, നമ്മുടെ ഭാഗ്യം കൊണ്ട് എന്താവാം, സംഭവിക്കാതും ആവാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില ദിവസങ്ങൾക്കും ചില സമയങ്ങൾക്കും പ്രത്യേകം നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ വിഷയം, നബി തങ്ങൾ തിങ്കളാഴ്ച ഏതൊരു മത ഭൗതിക കാര്യങ്ങൾ ചെയ്യാൻ തിങ്കളാഴ്ചയെ തിരഞ്ഞെടുത്തിരുന്നു. തിങ്കളാഴ്ച നബിക്ക് ഭാഗ്യമുള്ള ദിവസമായിട്ട് നബി തങ്ങൾ കണക്കാക്കിയിരുന്നു. തിങ്കളാഴ്ച നബി തങ്ങൾ നോമ്പ് പിടിച്ചിരുന്നു. തിങ്കളാഴ്ചയാണ് എന്തായത്, നബി തങ്ങൾ ജനിച്ചത് തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ചക്ക് പ്രത്യേകതയുണ്ട്. പിന്നെ വ്യാഴാഴ്ച യാത്രക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരഞ്ഞെടുത്തിരുന്നത് വ്യാഴാഴ്ച പ്രഭാതമാണ്. പ്രഭാതത്തിന് പ്രത്യേകത അല്ലാഹു ബാരിക് ഉമ്മത്തി ഫീ ബുകൂരിഹ എന്ന് നബി പ്രാർത്ഥിച്ചിരുന്നു. എൻ്റെ ഉമ്മത്തിൽ പ്രഭാതത്തിലേക്ക് നീ എന്താകണം, ബർക്കത്ത് കൊടുക്കണേ. രാവിലെ സമയത്ത് എനിക്ക് എന്തുണ്ട്, ബർക്കത്തുണ്ട്. യാത്ര പോകാൻ ഏറ്റവും നല്ല ദിവസം നബി തങ്ങൾ പറഞ്ഞു, ഒന്നുകിൽ വ്യാഴാഴ്ച, പോകുന്നില്ലെങ്കിൽ തിങ്കൾ, പോകുന്നില്ലെങ്കിൽ ശനി. വ്യാഴാഴ്ച രാവിലെ, വ്യാഴാഴ്ച തന്നെ അതിരാവിലെ. വ്യാഴാഴ്ച യാത്ര പോകുന്നില്ലെങ്കിൽ തിങ്കളാഴ്ച പോകാം, തിങ്കളാഴ്ച പോകുന്നില്ലെങ്കിൽ ശനിയാഴ്ച പോകാം. ഇതാണ് യാത്രക്ക് നിമിത്തങ്ങൾ നിശ്ചയിച്ച ദിവസം. നിക്കാഹ് കർമ്മത്തിലേക്ക് നിമിത്തങ്ങൾ നിശ്ചയിച്ചത് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച പകൽ. അതേപോലെ ശവ്വാൽ മാസത്തിലായിരിക്കലും പ്രത്യേകം സുന്നത്ത് മംഗലം കഴിക്കുക. ആയിഷ ബീവിയെ നബി തങ്ങൾ കല്യാണം കഴിച്ചത് ശവ്വാൽ മാസത്തിലാണ്. വെള്ളിയാഴ്ച രാവിലെ. അതേപോലെ ഓരോ മാസത്തിലെയും 17, 19, 21 അറബി മാസമൊക്കെ നമ്മൾ നെഹ്സൊക്കെ നോക്കൽ അറബി മാസത്തിനാണ്. നെഹ്സും സാദ് നോക്കൽ അറബി മാസമാണ്. 17, 19, 21 എല്ലാ അറബി മാസത്തിലെയും 17, 19, 21 ഈ ദിവസങ്ങളിൽ മുമ്പ് പഴയ കാലത്ത് ചികിത്സാ രീതി കൊമ്പ് വക്കൽ ഹിജാമ ചെയ്തിട്ടുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരുന്നു, ഈ ദിവസത്തിൽ 17, 19, 21 ഈ ദിവസത്തിൽ എന്താക്കുക, ഹിജാമ ചെയ്താൽ എല്ലാ രോഗത്തിലേക്കും എന്താകും, ശിഫ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം ആ ദിവസത്തിനുള്ള പ്രത്യേകതയാണ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി ചില നെഹ്സിനെ കുറിച്ച് പറയുമ്പോൾ മുൻകാലഘട്ടത്തിലെ സമുദായത്തെ അല്ലാഹു നശിപ്പിച്ചതൊക്കെ ഒടുവിലെ മുതന്നില് എന്ന് ചില തഫ്സീറുകൾ കാണാം.
മാസത്തിൻ്റെ ഒടുവിലെ ബുധനിലാണ് മുൻകാലഘട്ടത്തിലെ ചില കൗമിനെ അള്ളാഹു നശിപ്പിച്ചത്. ഫിയോമിൻ നഹിസാത്തിൻ എന്ന് ഖുർആനിൽ കാണുന്നുണ്ട്. അശുഭ ദിവസങ്ങളിൽ, അത് അവലക്ഷണമുള്ള ദിവസങ്ങളിലാണ് നാം അവരെ നശിപ്പിച്ചത്. തഫ്സീർ കാണുന്നു അത് ഒടുവിലെ ബുധനായിരുന്നു. ഒടുവിലെ ബുധനിൽ തന്നെ ഏറ്റവും ശക്തമായ നഹ്സുള്ളത് സഫർ ഒടുവിലെ ബുധനാണ്. അന്ന് ലക്ഷത്തോളം അള്ളാഹുവിൻ്റെ ബലാഗ് ഭൂമിയിലേക്ക് ഇറക്കുന്ന സമയമാണ്. ചിലപ്പോൾ കിട്ടും, കിട്ടാതെയും വരാം. അപ്പോൾ ഒടുവിലെ ബുധൻ നഹ്സാണ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ 12 ദിവസം, ഒരു കൊല്ലത്തിന് 12 ദിവസം സൂക്ഷിക്കണം. അന്ന് നിങ്ങളുടെ മാനഹാനിയും നിങ്ങളുടെ സമ്പത്തൊക്കെ നഷ്ടപ്പെട്ടേക്കാം, മാനഹാനി സംഭവിച്ചേക്കാം, നിങ്ങളുടെ സ്വത്തും നഷ്ടപ്പെട്ടേക്കാം. 12 ദിവസം അത് നഹ്സിലെ ദിവസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ്. ഒന്ന്, ഒരു സാനി അശ്രം അൽ മുഹറം, മുഹറം 12 നഹ്സ്, നബി തങ്ങൾ പറഞ്ഞ നഹ്സ് മുഹറം 12. വആശിർ സഫർ, സഫർ 10. വറാബി റബീഉൽ അവ്വൽ, റബീഉൽ അവ്വൽ 4. വസാമിന അശ്റ റബീഉൽ സാനി, റബീഉൽ സാനി, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ, സാമിന അശ്റ 18. വസാമിന അശ്റ ജുമാദുൽ ഊല, ജുമാദുൽ ഊല 18. വസാനി അശ്ർ ജുമാദുൽ സാനിയ, ജുമാദുൽ ഉഖ്റ 12. വസാനി അശ്ർ റജബ്, റജബ് 12. വസാദിസ് അശ്ർ ഷാബാൻ, ഷാബാൻ 16. വറാബി അശ്ർ റമളാൻ, റമളാൻ 14. വസാനി ഷവ്വാൽ, ഷവ്വാൽ 2, ഷവ്വാൽ 2. വസാമിൻ അശ്ർ ദിൽഖാദ, ദിൽഖാദ 18. വസാമിൻ ദിൽഹിജ്ജ, ദിൽഹിജ്ജ 8. ഒന്നുകൂടി പറയാം. മുഹറം 12, സഫർ 10, റബീഉൽ അവ്വൽ 4, റബീഉൽ ആഖിർ 18, ജുമാദുൽ ഊല 18, ജുമാദുൽ ഉഖ്റ 12, റജബ് 12, ഷാബാൻ 26, റമളാൻ 24, ഷവ്വാൽ, അതേപോലെ ദുൽഖാദ 18, ദുൽഹിജ്ജ 8. ഇത് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ നഹ്സുള്ള ദിവസങ്ങളാണ്. എല്ലാ മാസവും ഏകദേശം ഒരു ദിവസം വരുന്നു, 12 ദിവസം, 12 ദിവസം എല്ലാ മാസവും ഓരോന്നുണ്ടാവും. റമളാനിലും ഉണ്ട്, റമളാനിലും ഉണ്ട്. അങ്ങനെ റമളാനിൽ 24, റമളാൻ 24. അങ്ങനെ ഷവ്വാൽ 2, പെരുന്നാളിൻ്റെ വ്യത്യാസം, പെരുന്നാൾ വ്യത്യാസം. അപ്പോൾ ഇതേത് മാസം നമ്മളെ ഇത് റബീഉൽ അവ്വൽ, അല്ല ജുമാദുൽ ആഖിർ അല്ല. ജുമാദുൽ ആഖിറിൽ മഹാന്മാർ പറയുന്നുണ്ടോ, ഇന്ന ഇബ്തിദാ ബിനാ അദ്ദാരി ഇദാ കാന ഫി ജമാദിൽ ആഖിറ ഫൽ ബർക്കത്തു വൽ ഗിന. ജുമാദുൽ ആഖിറിൽ വീട് പണി തുടങ്ങിയാൽ ആ വീട്ടിൽ ബർക്കത്തും ഐശ്വര്യവും ഉണ്ടാവും. ഈ മാസം പരണ്ട പണി തുടങ്ങണ്ടേ. റജബിലും ഉണ്ടാവും. ജുമാദുൽ ആഖിറിൽ പറഞ്ഞല്ലേ ഉണ്ടാവും, റജബിലും ഉണ്ടാവാം. ജുമാദുൽ ആഖിറയിലെ ചില നഹ്സിൻ്റെ ദിവസങ്ങൾ 9 ദിവസങ്ങളുണ്ട്. ഒന്ന് ജുമാദുൽ ആഖിർ 3 കഴിഞ്ഞില്ല, ജുമാദുൽ ആഖിർ 3 കഴിഞ്ഞു. ജുമാദുൽ ആഖിർ 5 കഴിഞ്ഞില്ല. ഇതെത്ര ജുമാദുൽ ആഖിർ? 8. ജുമാദുൽ ആഖിർ 5 കഴിഞ്ഞു. ജുമാദുൽ ആഖിർ 13 പിന്നുള്ളത്. പിന്നെ ജുമാദുൽ ആഖിർ 16, ജുമാദുൽ ആഖിർ 21, ജുമാദുൽ ആഖിർ 24, പിന്നെ ജുമാദുൽ ആഖിർ 25, പിന്നെ ജുമാദുൽ ആഖിർ 12, പിന്നെ അവസാനത്തെ ബുധൻ.
മാസത്തെ അവസാനം. ഇത് എന്താണ് ഇത്ര ദിവസങ്ങൾ ഈ മാസത്തെ നെഹ്സ്. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ എന്തുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ചൊവ്വാഴ്ച രക്തവുമായി ബന്ധപ്പെട്ടൊന്നും ചെയ്യാൻ പാടില്ല എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ചൊവ്വാഴ്ച ചില സമയത്ത് രക്തം മുറിഞ്ഞാൽ പിന്നെന്താണ് രക്തം നിൽക്കുകയില്ല. അതുകൊണ്ടായിരിക്കാം ചൊവ്വാഴ്ച ബാർബർ ഷോപ്പ് അവധിയായത്. ഇല്ല, ചൊവ്വാഴ്ച ചില സമയത്ത് എന്താണ് രക്തം മുറിഞ്ഞാൽ നിൽക്കുകയില്ല എന്ന് നബിൻ്റെ ഹദീസുണ്ട്. അതേപോലെ ബുധൻ ശനി ദിവസങ്ങളിൽ കൊമ്പ് വെക്കാൻ പാടില്ല. അന്നേ ദിവസം കൊമ്പ് വെച്ചാൽ വെള്ളപ്പാണ്ട് പിടിക്കും. കൊമ്പ് ഹിജാമ ചെയ്യും. ശനി ബുധൻ ദിവസത്തിൽ കൊമ്പ് വെക്കരുത്. ശനിയാഴ്ച വഞ്ചനയുടെ ദിനമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞായറാഴ്ച കെട്ടിട നിർമ്മാണത്തിൻ്റെയും മരം ഞായറാഴ്ച പണി തുടങ്ങാൻ പറ്റിയ ദിവസം. ഞായറാഴ്ച തന്നെയാണ് പണിക്കാർ ലീവ്. നമ്മൾ തുടങ്ങണ്ടേ? ഞായറാഴ്ച, കാരണം ഞായറാഴ്ചയാണ് അള്ളാഹു ആകാശഭൂമിനെ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയത്. ആകാശഭൂമിനെ നിർമ്മിക്കാൻ തുടങ്ങി ഞായറാഴ്ച. അപ്പോൾ ഞായറാഴ്ച കെട്ടിട നിർമ്മാണത്തിൻ്റെയും മരം നട്ടുപിടിപ്പിക്കുന്നതിൻ്റെയും ദിവസമാണ്. തിങ്കളാഴ്ച യാത്ര, ജീവിതമാർഗത്തിലൂടെ ഷോപ്പ് ഉദ്ഘാടനം, അതിൻ്റെയൊക്കെ ദിവസം തിങ്കളാഴ്ച. ചൊവ്വാഴ്ച സംഘർഷത്തിൻ്റെ ദിവസമാണ്. ചൊവ്വ ലുൽമ്. ബുധനാഴ്ച ഇടപാടുകൾക്ക് ഉത്തമമല്ല. ഇടപാട് വിൽക്കുക വാങ്ങുക എന്തെങ്കിലും സാമ്പത്തിക ഇടപാട് ബുധനാഴ്ച നല്ലതല്ല. വ്യാഴാഴ്ച ആവശ്യം നേടിയെടുക്കുക, യാത്ര തുടങ്ങിയ സംഗതികളൊക്കെ. വെള്ളിയാഴ്ച പെണ്ണന്വേഷിക്കുന്നതിന് ഉള്ള ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. വെള്ളിയാഴ്ച അയക്കുന്നില്ല. ചില ആൾക്കാർ റമദാനിൽ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അങ്ങനെയില്ല. റമദാനിൽ ചെയ്യാം, കല്യാണം കഴിക്കാം. കല്യാണത്തിന് എന്തില്ല, പ്രത്യേക ദിവസത്തിൽ പാടില്ല എന്നൊരു വിധിയില്ല. ഏത് സമയത്തും എപ്പോഴും ചെയ്യാം, ഏത് സമയത്തും കഴിക്കാം. അത് റമദാനിലും എന്ത് കഴിക്കാം, കല്യാണം കഴിക്കാം, ഭക്ഷണം കഴിക്കാൻ പാടില്ല. കല്യാണം കഴിക്കാൻ എന്തില്ല, നിൽക്കാവില്ല, അത്ര ആയില്ല, കല്യാണം ആയില്ല. അങ്ങനെ അല്ല, എല്ലാ ദിവസത്തിനും അത് നമുക്കൊരു ഉദാഹരണം. ഇപ്പോൾ കുഞ്ഞ് ജനിച്ചിട്ട് 7-ാം ദിവസം എന്താകണം ഹഖീഖത്ത് മുടി എടുക്കലുണ്ടല്ലോ. ആ സമയത്ത് നെഹ്സാണെങ്കിലും എന്താകും പ്രശ്നമില്ല, അത് ചെയ്യാം. പ്രത്യേക സമയനിമിത്തങ്ങൾ പറഞ്ഞാൽ കുട്ടി ജനിച്ച് 7-ാം ദിവസം അല്ലെങ്കിൽ 14 അല്ലെങ്കിൽ 21 ഇങ്ങനെ 7ൻ്റെ കണക്കിൽ പോകും. അപ്പോൾ അങ്ങനെ 14-ാം ദിവസം ചെയ്യുന്നുണ്ടെങ്കിൽ ആ ദിവസം നെക്സ്റ്റിൻ്റെ ദിവസമാണെങ്കിലും അതുകൊണ്ട് ചെയ്യുന്നതില്ല, പ്രശ്നമില്ല, ചെയ്യാം. അതായത് അത് കണക്കിൽ വരുന്നതാണ്. അതിൽ എന്താവല്ല ആവശ്യത്തിന് നെക്സ്റ്റ് വരാം.